Preparation of Income and Expenditure Account. Question number 9. NCERT textbook. Page number 15. Illustration 3. From the following receipts and payments account for the year ending 31st March 2015 of Negis Club, prepare income and expenditure account for the same period. അപ്പോൾ ഇതിലെ കറൻറ്റ് പീരീഡ് ഏതാണ്? നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 31st March 2015 ആണ്. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 1st April 2014 to 31st March 2015. ഇതിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്സ് നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ ബാങ്ക് 25,000. ഇവിടെ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ തന്നിട്ടുണ്ട്, 2013, 14, 15. അപ്പോൾ ഇതിൽ കറൻറ്റ് പീരീഡ് ഏതാണ്? 1st April 2014 to 31st March 2015 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ കറൻറ്റ് പീരീഡ് ഏതാണ്? 2014 ആണ്. സാധാരണ രീതിയിൽ 31st മാർച്ചിൽ എൻഡ് ചെയ്യുന്ന കറൻറ്റ് പീരീഡിൽ തരേണ്ടത് 2013 to 14, 14 to 15, 15 to 16 എന്നാണ് തരേണ്ടത്. പക്ഷെ ഇവർ അതിലത്തെ ആ ഫസ്റ്റ് ഇയറുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? 2013 to 14, 14 to 15, 15 to 16 അങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പോൾ അതിൽ കറൻറ്റ് പീരീഡ് ഏതാണ്? 2014 to 15. കറൻറ്റ് ഇയർ അതാണ്. അതായത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 12,000 ആണ് ഈ വർഷം മേടിച്ചിരിക്കുന്ന ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ. അതിൽ കഴിഞ്ഞ വർഷം, അതായത് പ്രീവിയസ് പീരീഡിൽ 1,500 രൂപ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അത് ഈ വർഷം കളക്ട് ചെയ്തു. അതുപോലെ തന്നെ 2015 വേണ്ടി അഡ്വാൻസ് ആയിട്ട് 500 റുപ്പീസ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 12,000. ഡൊണേഷൻ, ഹോൾ റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, എൻട്രൻസ് ഫീസ്. ഇൻകം സൈഡിൽ പർച്ചേസ് ഓഫ് ഫർണിച്ചർ, സാലറി, ടെലിഫോൺ എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി, പോസ്റ്റേജ്, പർച്ചേസ് ഓഫ് ബുക്സ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, പർച്ചേസ് ഓഫ് 5% ഗവൺമെൻറ് പേപ്പേഴ്സ്. അതിൽ ബ്രാക്കറ്റിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മിസ്ലേനിയസ് എക്സ്പെൻസസ്, ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസ്. ഇത് കൂടാതെ അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷണൽ ഇൻഫോർമേഷൻ വായിക്കുന്ന സമയത്ത് ഏതൊക്കെ ഐറ്റവുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്, ആ ഐറ്റം നിങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ടിക്ക് ഇടണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ. ഫസ്റ്റ് വൺ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,500. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്താ ചെയ്യാറ്? ആഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് സാലറിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇടുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സാലറിയുടെ അവിടെ ഒന്ന് ടിക്ക് കൊടുക്കുക, മറന്നു പോകാതിരിക്കാനാണ്. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ടിക്ക് ഇടുക. ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടേണ്ടതാണെന്ന് പറഞ്ഞാൽ ഇൻകമാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ അക്രൂവ്ഡ്, അതും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകമാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. 50% ഓഫ് എൻട്രൻസ് ഫീസ് ഈസ് ടു ബി ക്യാപിറ്റലൈസ്. ഇതാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത്, ശ്രദ്ധിക്കേണ്ടത്. എൻട്രൻസ് ഫീസിനെ കുറിച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ ഒന്നും പറയുന്നില്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ നമ്മളോട് എൻട്രൻസ് ഫീസിൻ്റെ 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 50% റവന്യൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക, 50% ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീഷിയേറ്റഡ് അറ്റ് 10% പെർ ആനം. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലംസൊക്കെ വായിക്കുന്ന സമയത്ത് ഏതൊക്കെ ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത് അതെല്ലാം നിങ്ങൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ടിക്ക് ഇടുക. അതിന് ശേഷമായിരിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കി, കറൻറ്റ് ഇയർ ഏതാണെന്ന് മനസ്സിലാക്കി, ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2015
ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം. പിന്നെ ആദ്യം നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലുള്ള ഐറ്റംസ് ഏതാണെന്ന് നോക്കി നോക്കാം. ഐറ്റംസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒഴിവാക്കാം. റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് മാത്രമേ എടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ നേച്ചറിലുള്ളതെല്ലാം ബാലൻസ് ഷീറ്റിലായിരിക്കണം എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ ശ്രദ്ധിച്ചോ, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ എന്നാണ്, അവിടെ വരേണ്ടത് എന്താ? റിസീപ്റ്റ്സ് എന്നാണ്. ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് എന്നാണ് തരേണ്ടത്. അതിന് പകരം ഇൻകം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ എഴുതേണ്ടത് റിസീപ്റ്റ്സ്, ഇൻകം എന്നുള്ളടത്ത് എഴുതേണ്ടത് പേയ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വായിച്ച് നോക്കി ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരണേന്നുള്ളത് ടിക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഓരോന്നോരോന്ന് വായിച്ചു തുടങ്ങാം. ആദ്യം പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. അതിൽ ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത് ബാലൻസ് ഷീറ്റിലും റവന്യൂ നേച്ചറിൽ വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി എഴുതാം. പർച്ചേസ് ഓഫ് ഫർണിച്ചർ 5000. ഫർണിച്ചർ എന്താണ്? ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ എഴുതാം. സാലറി 2000. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിൽ വരുന്നത്? 1500 ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താ ചെയ്യാറ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ എന്താ ചെയ്യാറ്? സാലറിയുടെ കൂടെ ആഡ് ചെയ്യല്ലേ ചെയ്യാറ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി എന്ന് എഴുതി ഇന്നർ കോളത്തിൽ എഴുതാം. അതിൻ്റെ താഴെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് എഴുതാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി 2000, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1500, ടോട്ടൽ 3500. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്ത് എഴുതാറുണ്ട്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഒന്ന് ബാലൻസ് ഷീറ്റിലും. അതേപോലെ തന്നെ ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് അതിവിടെ എഴുതണില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കാം. ടെലിഫോൺ എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി. ഇത് മൂന്നും എന്താണ്? റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. അപ്പോൾ നമ്മളത് 3 ഐറ്റം എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതി. ടെലിഫോൺ ചാർജസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി. പർച്ചേസ് ഓഫ് ബുക്സ് പർച്ചേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അതെവിടെ എഴുതേണ്ട? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. നെക്സ്റ്റ് വൺ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. അത് റവന്യൂ നേച്ചറിൽ വരുന്നതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളവിടെ ടിക്കറ്റ് ഉണ്ടായിരിക്കും. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എല്ലാം എന്താ ചെയ്യേണ്ടത്? അതാത് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് 900, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 500. എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ എഴുതി എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് 900, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 500, ടോട്ടൽ 1400. നെക്സ്റ്റ് വൺ ഏതാണ്? പർച്ചേസ് ഓഫ് 5% ഗവൺമെൻറ് പേപ്പേഴ്സ്. അപ്പോൾ ഗവൺമെൻറ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ബോണ്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതാണ്, ബാലൻസ് ഷീറ്റിൽ എഴുതാം. പക്ഷെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ബ്രാക്കറ്റിൽ ഡേറ്റ് തന്നിരിക്കുന്നത് കണ്ടോ? 1/7/2014. അതായത് ഈ ഗവൺമെൻറ് പേപ്പർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കറൻറ്റ് ഇയറിലാണ്. കറൻറ്റ് ഇയറിൽ ഏത് ഡേറ്റിലാണ്? 1 ജൂലൈ 2014. അതേപോലെ തന്നെ ഇവിടെ 5% എന്ന് എഴുതിയേക്കണം കണ്ടോ? 5% എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഗവൺമെൻറ് പേപ്പർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും അവർക്ക് 5% ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. ഏത് എമൗണ്ടബിളാണ്? അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 8000. 8000 ഒരു വർഷത്തേക്ക് 5% ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. അതാണ് ഈ 5% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, 1 ജൂലൈ 2014 തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ?
അവർക്ക് എന്ന് തുടങ്ങിയുള്ള ഇൻട്രസ്റ്റാണ് ഫസ്റ്റ് ഇയറിൽ കിട്ടേണ്ടത്? 1 ജൂലൈ 2014 ടു ഇയർ എൻഡിങ് വരെ, അതായത് 31 മാർച്ച് 2015. സാധാരണ 5% തരുന്നത് ഒരു വർഷത്തേക്കാണ്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1 ജൂലൈയിലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ അവർക്ക് എത്ര മാസത്തേക്കുള്ള ഇൻട്രസ്റ്റിനാണ് അവർക്ക് യോഗ്യതയുള്ളൂ? ജൂലൈ തൊട്ട് മാർച്ച് കഴിയുന്നത് വരെ. അപ്പോൾ എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അങ്ങനെ 9 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റിനാണ് ഇവർക്ക് അർഹതയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 9 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് അവർ റിസീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. റിസീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിയാൽ മതി. ഓരോ വർഷത്തെയും എല്ലാ ക്യാഷ് റിസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും എവിടെയാണ് എഴുതാം? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലാണ്. അപ്പോൾ അത് ഇൻകായതുകൊണ്ട് അത് ഏത് സൈഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം? റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കുക. റെസിപ്റ്റ് സൈഡിൽ നോക്കി നോക്കാം. എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് പേർപ്പേഴ്സ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നില്ല. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അതേതാണ്? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആണ്. നമുക്ക് വേണ്ടത് ഏതാ? ഇൻട്രസ്റ്റ് ഓൺ 5% ഗവൺമെൻറ് പേർപ്പേഴ്സ് ആണ്. അതിവിടെ റെസിപ്റ്റ് സൈഡിൽ തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 9 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് പേർപ്പേഴ്സ് അക്രൂ ആയിട്ടുണ്ട്, പക്ഷേ നമ്മളത് റിസീവ് ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതെന്തായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയിരിക്കും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതിയിരിക്കണം. അതിൻ്റെ ഒപ്പം ബാലൻസ് ഷീറ്റിൽ എഴുതണം. ബാലൻസ് ഷീറ്റിൽ എഴുതാൻ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണില്ല. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഒറ്റ എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ 5% ഗവൺമെൻറ് പേപ്പേഴ്സ്. അങ്ങനെ മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് 9 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 8,000. എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്? 5%. അപ്പോൾ 8,000 ഇൻറ്റു 5/100 ഇൻറ്റു ഇനി 9 മന്ത്സിലേക്കല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 9 ഡിവൈഡഡ് ബൈ 12. ഇപ്പോൾ 10 മന്ത്സിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 12. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 300. മനസ്സിലായല്ലോ? അപ്പോൾ 9 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 8,000 ഇൻറ്റു 5% ഇൻറ്റു 9/12, 300. അപ്പോൾ പർച്ചേസ് ഓഫ് 5% ഗവൺമെൻറ് പേർപ്പേഴ്സ് ബ്രാക്കറ്റിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലായല്ലോ? പർച്ചേസ് ചെയ്ത എമൗണ്ട് 8,000 അത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. അത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇനി 5% എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷം 5% വെച്ച് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. 8,000 5% വെച്ച് ഇൻട്രസ്റ്റ് കാണുമ്പോൾ എത്രയാണ്? 400 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 400 എഴുതാൻ പറ്റില്ല. കാരണം പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1 ജൂലൈയിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്ര മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ? 9 മന്ത്സിലേക്ക്. 9 മന്ത്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 ജൂലൈ 2014 ടു 31 മാർച്ച് 2015. അങ്ങനെയാണ് 9 മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് ഔട്ട്സ്റ്റാൻഡിങ് ആയത്? നമുക്ക് അറിയാം, ക്യാഷായിട്ട് അത് റിസീവ് ചെയ്തിരുന്നെങ്കിൽ എവിടെ കാണുമായിരുന്നു? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റിസീപ്റ്റ് സൈഡിൽ തരുമായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ 5% ഗവൺമെൻറ് പേപ്പേഴ്സ് 400 അങ്ങനെ തരുമായിരുന്നു. ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, അതായത് അക്രൂ ആയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സൈഡിൽ 5% ഗവൺമെൻറ് പേപ്പേഴ്സ് 5% ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ബ്രാക്കറ്റിൽ ഡേറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അത് റിസീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അറിയുന്നത് റിസീവ് സൈഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിൽ എഴുതാം.
അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ ഐറ്റത്തിൽ സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ മിസ്ലേനിയസ് എക്സ്പെൻസസ് 600. അത് സാധാരണ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ എഴുതാം. പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം. പേയ്മെൻറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ മിസ്ലേനിയസ് എക്സ്പെൻസസ് 600. ഇനി നമുക്ക് റെസീപ്റ്റ് സൈഡിലേക്ക് കടക്കാം. ഓപ്പണിംഗ് ബാലൻസ് എക്സ്ക്ലൂഡ് ചെയ്തു, അത് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ്. സബ്സ്ക്രിപ്ഷൻ നോക്കാം. സബ്സ്ക്രിപ്ഷൻ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 12,000. അപ്പോൾ ഈ 12,000-ൽ ഏതൊക്കെ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്? 2013 to 14 ഔട്ട്സ്റ്റാൻഡിങ്ങിലുണ്ടായിരുന്ന, അന്ന് റിസീവ് ചെയ്യാതിരുന്ന 1,500 ഈ വർഷമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിലേ എടുക്കാവൂ. 1,500 ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇനി 2015 500 തന്നിട്ടുണ്ട്. അതെന്താണ്? നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഈ വർഷം തന്നെ റിസീവ് ചെയ്തിരിക്കുന്നതാണ് 500. അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും എഴുതാൻ പാടില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ എടുക്കാവൂ. എത്രയാണ് കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? 2014 to 15 10,000. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 10,000 എഴുതാം. അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് തന്നുണ്ട് 400. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ വർഷം സബ്സ്ക്രിപ്ഷനായിട്ട് 400 രൂപയും കൂടിയും കിട്ടാനുണ്ട്. അക്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതെന്ത് ചെയ്യേണ്ടത്? ഈ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആഡ് ചെയ്യുക. മനസ്സിലായല്ലോ? കറൻറ്റ് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 10,000 ആണ്. പക്ഷേ ഇനിയും കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്യാത്ത എമൗണ്ട് ഉണ്ട്. അതെത്രയാണ്? 400. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ 10,400 എന്ന് എഴുതി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ മെസ്സേജ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പ്രാവശ്യം കൂടി പറയാം. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 12,000. അതിലേതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? മുൻ വർഷത്തെ റിസീവ് ചെയ്യാത്ത ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു 1,500 ഉണ്ടായിരുന്നു, അത് ഈ വർഷം കളക്ട് ചെയ്തു. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് 500 റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം മേടിച്ചിരിക്കുന്ന ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 12,000 ആണ്. പക്ഷെ നമുക്ക് മുഴുവൻ എടുക്കാൻ പാടില്ല. കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ എടുക്കാവൂ. അപ്പോൾ നമ്മൾ കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 10,000 ആണ്. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത് പോലെ തന്നെ കറൻറ്റ് ഇയറിൽ ഏതെങ്കിലും എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സബ്സ്ക്രിപ്ഷൻ അക്രൂഡ്, അതായത് 400 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര റിസീവ് ചെയ്തിട്ടുള്ളൂ? 10,000 റിസീവ് ചെയ്തിട്ടുള്ളൂ. 400 രൂപയും കൂടി ഈ വർഷം കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ 400 രൂപ സബ്സ്ക്രിപ്ഷൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. സംശയം തീർന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വൺ ഏതാണ്? ഡൊണേഷൻ. ഡൊണേഷൻ ഇവിടെ സ്പെഷ്യൽ പർപ്പസ് ആണോ ജനറൽ പർപ്പസ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളതിനെ ജനറലായിട്ട് എടുക്കാം, റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് എടുക്കാം. ഹോൾ റെൻറ്റ് റവന്യൂ റെസിപ്റ്റ്സ് ആണ്, ഇൻകം സൈഡിൽ എഴുതാം. അപ്പോൾ ഡൊണേഷനും ഹോൾ റെൻറ്റും ഇൻകം സൈഡിൽ എഴുതാം. അപ്പം നമ്മളത് ഡൊണേഷനും ഹോൾ റെൻറ്റും ഇൻകം സൈഡിൽ എഴുതി. ഇനി അടുത്തതിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വൺ ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്സ് 450. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ 150. അപ്പം നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ തന്നെ അതിൽ ടിക്കറ്റ് ഉണ്ടായിരിക്കും. എത്രയാണ് റിസീവ് ചെയ്യാനുള്ളത്? 150. അതായത് ഈ വർഷം ബാങ്ക് ഡെപ്പോസിറ്റ്സിന് റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 450 ആണ്. അതിൽ ഇനി എത്രയും കൂടി റിസീവ് ചെയ്യാനുണ്ട്? 150 കൂടി റിസീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വർഷം ക്യാഷായിട്ട് മേടിച്ച ഇൻട്രസ്റ്റ് എത്രയാണ്? 450. ഇനി എത്രയും കൂടി കിട്ടാനുണ്ട്? 150. അപ്പോൾ കിട്ടാനുള്ളത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. അപ്പോൾ 150 എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഇൻകം സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്സ് 450, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 150, ടോട്ടൽ എത്രയായി 600. നെക്സ്റ്റ് വൺ എൻട്രൻസ് ഫീസ് 1000. അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലുണ്ടായിരുന്നു എൻട്രൻസ് ഫീസിന് 50% ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 50% ക്യാപിറ്റൽ നേച്ചറിലാണ് ബാലൻസ് ഷീറ്റ് എഴുതുക. അപ്പോൾ 50%, 1000ൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ് 500. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എഴുതാവൂ 500 എഴുതാവൂ. ബാക്കി 500 എവിടെ എഴുതണം ബാലൻസ് ഷീറ്റിൽ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക 1000 × 50/100 500. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് അതിൻ്റെ 50% ഇൻകം സൈഡിൽ എഴുതി. അപ്പോൾ ഇനി നമുക്കിവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റംസും റവന്യൂ റെസിപ്റ്റ്സ് ഏതാണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി. അതോടൊപ്പം തന്നെ ഓരോ ഐറ്റത്തിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി ആഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഐറ്റം ഒന്നും ചെയ്യാതെ ബാക്കി നിൽക്കണ്ടോ എന്ന് നോക്കി നോക്കാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മൾ ആഡ് ചെയ്തു, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്തു, ബാങ്ക് ഇൻട്രസ്റ്റ് അത് ആഡ് ചെയ്തു, സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്തു, 50% എൻട്രൻസ് ഫീസ് അതിൽ 50% മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കി അത് ബാലൻസ് ഷീറ്റിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കി നോക്കിയാൽ ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീഷിയേറ്റഡ് അറ്റ് 10% പെർ ആനം. അതായത് ഫർണിച്ചറിൻ്റെ 10% ഡിപ്രീസിയേഷനായിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എവിടെ എഴുതാം ഡെബിറ്റ് സൈഡിലല്ലേ എക്സ്പെൻഡിച്ചർ സൈഡിലല്ലേ എഴുതുന്നത്. അതേപോലെ ഫർണിച്ചറിൻ്റെ 10% ഡിപ്രീസിയേഷൻ എവിടെ എഴുതിയിരിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഡിപ്രീസിയേഷൻ 10% അല്ലേ. 10% എപ്പോഴും ഒരു വർഷത്തേക്കാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പർച്ചേസ് ഓഫ് ഫർണിച്ചർ കണ്ടോ അതിൻ്റെ ബ്രാക്കറ്റിൽ ഡേറ്റ് തന്നിട്ട് കണ്ടോ 1 ജൂലൈ എന്ന് കണ്ടില്ലേ. അതായത് കറൻറ്റ് ഇയറിൽ 1 ജൂലൈയിലെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഫർണിച്ചർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര കാലത്തേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ പർച്ചേസ് ചെയ്തത് ആ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയർ തൊട്ട് ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര മാസത്തേക്കുള്ള ഡിപ്രീസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1 ജൂലൈയിലാണ്. ജൂലൈ തൊട്ട് 31 മാർച്ച് വരെ എത്ര മാസമുണ്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മന്ത്സിലേക്കുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക 5000 ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ് 10%, 10/100 ഇൻറ്റു 9/12. നമ്മൾ നേരത്തെ ഗവൺമെൻറ് പേപ്പേഴ്സിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി നോക്കുക 5000 ഇൻറ്റു 10/100 ഇൻറ്റു 9/12. അപ്പോൾ എത്ര വരാം 375. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ 9 മന്ത്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ. കാരണം എന്താണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കറൻറ്റ് ഇയറിൽ 1 ജൂലൈയിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ടുള്ള ഡിപ്രീസിയേഷനെ നമുക്ക് അർഹതയുള്ളൂ. അതായത് 9 മന്ത്സിലേക്കുള്ള ഡിപ്രീസിയേഷൻ 5000 ഇൻറ്റു 10% ഇൻറ്റു 9/12. ഇങ്ങനെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഡെപ്പോസിറ്റ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വരാം 1 ജൂലൈയിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഏത് ഡേറ്റ് മുതലാണ് ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതുവരെയുള്ള എല്ലാ ഐറ്റംസും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് എഴുതി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതി. ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഡിപ്രീസിയേഷൻ ആയിരുന്നു. അതും നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പം ഇനി എന്ത് ചെയ്യാം 2 സൈഡും ബാലൻസ് ചെയ്യാം. നമ്മളിവിടെ ബാലൻസ് ചെയ്തു. എത്രയാണ് സർപ്ലസ് കിട്ടിയിരിക്കുന്നത് 7175. ടെക്സ്റ്റിൽ 7075 എന്നായിരിക്കും. അത് തെറ്റാണ്. കാരണം അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് പേപ്പേഴ്സ് 200 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സർപ്ലസ് എത്രയാണ് 7175. അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് മാത്രമല്ല തന്നിരിക്കുന്നത് അഡീഷണൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്.
അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അഡീഷണൽ ഇൻഫർമേഷനൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നത് ആ ഐറ്റത്തിൻ്റെ അവിടെ നിങ്ങളൊന്ന് ടിക്ക് ഇടുക. അഡ്ജസ്റ്റ്മെൻറ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതാണ്? പർച്ചേസ് ഓഫ് ഫർണിച്ചർ, പർച്ചേസ് ഓഫ് 5% ഗവൺമെൻറ് പേപ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് തന്ന കാരണം കൊണ്ട് 1 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷനോ ഇൻട്രസ്റ്റോ കൺസിഡർ ചെയ്യാൻ പാടില്ല. പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.